Compare the electoral process of the President of India and USA. Indian പ്രസിഡന്റിൻ്റെയും അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ താരതമ്യമാണ്. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഏതാ? ഇന്ത്യ. ആൻഡ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആസ് ദ ഹെഡ് ഓഫ് ദി റിപ്പബ്ലിക്. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഹെഡായിട്ട് ആര് പ്രവർത്തിക്കുന്നു? ഇന്ത്യൻ പ്രസിഡന്റ് പ്രവർത്തിക്കുന്നു. The US president is the real ruler of the superpower in the world politics. ലോക രാഷ്ട്രീയത്തിൽ സൂപ്പർ പവറായ നേതാവാണ് ആരെന്ന് പറയുന്നത്? അമേരിക്കൻ പ്രസിഡന്റ്. എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ അധികാരം കൈവശം വെക്കുന്ന ഉള്ള ഒരു ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. The President of India is elected by an electoral college consisting of the elected members of parliament and the state legislative assembly. അതിനുശേഷം പഠിച്ചാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ പേര് ഇലക്ട്രൽ കോളേജാണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും കൂടി ചേരുന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് ആര് തിരഞ്ഞെടുക്കുന്നത്? ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. The US president is also elected by an electoral college. അമേരിക്കൻ പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജാണ്. consisting of 538 members chosen by the people directly for electing the president and vice president. വൈസ് പ്രസിഡന്റിനെയും പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് 538 അംഗങ്ങളുള്ള ഒരു ഇലക്ട്രൽ കോളേജിനെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ആ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ 538 പേരാണ് ആര് തിരഞ്ഞെടുക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും എന്ത് ചെയ്യുന്നത്? ചെയ്യാം. ജനങ്ങളുടെ ഇലക്ഷൻ ഫൈനൽ അല്ല. പക്ഷെ അതിൻ്റെ ഒരു സിസ്റ്റം ഇപ്പോഴും അവിടെ എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ്. ഇനി ദി ഇലക്ട്രൽ പ്രോസസ് ഓഫ് ദി US പ്രസിഡന്റ് ഈസ് ഹെൽഡ് ഇൻ എവരി ലീപ് ഇയർ. ഓരോ ലീപ് ഇയേഴ്സിലുമാണ് എന്ത് ചെയ്യുന്നത്? അതിവർഷത്തിലുമാണ് എന്ത് ചെയ്യുന്നത്? അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. But the electoral process of the President of India is held in case of a vacancy in the office of President. പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് പ്രസിഡന്റിൻ്റെ വേക്കൻസി ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കും. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഒരു ഫിക്സഡ് ടൈമുണ്ട്. അതായത് ഈ യൂഷ്വലി ലീപ് ഇയറിലാണ് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. The presidential election campaign in the USA starts with the conventions of political parties which decide their presidential campaign. ഇനി അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് ആ പാർട്ടി കൺവെൻഷനോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ പാർട്ടി കൺവെൻഷനിൽ അവരെന്ത് ചെയ്യുന്നു? പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആരാണെന്ന് തീരുമാനിക്കും. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഇലക്ഷൻ ക്യാമ്പയിൻ. അപ്പം അതിൻ്റെ തൊട്ട് പുറകെയായിട്ട് എന്ത് നടക്കുന്നു? ഏറ്റവും ചിലവേറിയ തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നു. നെക്സ്റ്റ് ടു ദ ക്വാളിഫൈഡ് വോട്ടേഴ്സ് എക്സസൈസ് ദ റൈറ്റ് ടു വോട്ട് ടു ഇലക്ട് 538 മെമ്പേഴ്സ് ഓഫ് ദി ഇലക്ട്രൽ കോളേജ്. ക്യാമ്പയിൻ കഴിഞ്ഞാൽ വോട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രൽ കോളേജിലേക്കുള്ള 538 അംഗങ്ങളെ എന്ത് ചെയ്യും? തിരഞ്ഞ് എടുക്കും. ഇനി ദ മെമ്പർഷിപ്പ് ഓഫ് ദി ഇലക്ട്രൽ കോളേജ് ഈസ് ഈക്വൽ ടു ദ മെമ്പർഷിപ്പ് ഓഫ് ദി US കോൺഗ്രസ് ആൻഡ് 3 members ആർ ഇലക്റ്റഡ് ഫ്രം ദ ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ. ഇനി ഈ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളെന്ന് പറയപ്പെടുന്നത് US കോൺഗ്രസ്സിലെ അംഗങ്ങൾക്ക് തുല്യമായിരിക്കണം. അതോടൊപ്പം തന്നെ 3 അംഗങ്ങളെ എവിടെ നിന്ന്? അമേരിക്കയിലെ ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 3 പേരെയും കൂടി തിരഞ്ഞെടുക്കും. ദി ഇലക്ഷൻ ടു ദ ഇലക്ട്രൽ കോളേജ് ഈസ് ഹെൽഡ് ഇൻ ഫസ്റ്റ് ട്യൂസ്ഡേ ഫോളോയിങ് ദ ഫസ്റ്റ് മൺഡേ ഇൻ നവംബർ. അതായത് ഈ ഇലക്ട്രൽ കോളേജിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് മൺഡേ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച. അതായത് നവംബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച കഴിഞ്ഞ് വരുന്ന ആദ്യ ചൊവ്വാഴ്ചയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രൽ കോളേജിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫിക്സഡ് ഡേ ആണ്, അത് മാറ്റമില്ല എല്ലാ പ്രാവശ്യം. ഇനി ദ വിക്ടറി ഓഫ് ദ പ്രസിഡന്റ് ഈസ് ഡിറ്റർമൈൻഡ് ഇൻ ദി സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റിൻ്റെ വിജയം തീരുമാനിക്കുന്നത്. ദി ഇലക്ട്രൽ കോളേജ് ഇലക്ട് ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഓൺ ദ ഫസ്റ്റ് മൺഡേ ആഫ്റ്റർ ദ സെക്കൻഡ് വെനസ്ഡേ ഇൻ ഡിസംബർ. ഇനി എന്ത് ചെയ്യുന്നു? ഇലക്ട്രൽ കോളേജ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ആ ഇലക്ട്രൽ കോളേജ് എന്ത് ചെയ്യുന്നു? പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് എപ്പോഴാണ്?
ഡിസംബർ മാസത്തിലെ 2ാമത്തെ ബുധനാഴ്ച കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ തിങ്കളാഴ്ച എന്ത് ചെയ്യുന്നു? 2 പേര് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കും. ആഫ്റ്റർ വോട്ടിംഗ് അന്ന് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ആൾക്കാർ ഈ കാൻഡിഡേറ്റ്സ് അപ്പോൾ പിന്നെ എത്ര നേരം കാത്തിരിക്കേണ്ടി വരും അടുത്ത് വരുന്നതിന്? കീഴ്വഴക്കം സംഭവിക്കുന്നില്ലല്ലോ, ഒത്തിരിയൊന്നും സംഭവിച്ചിട്ടില്ല. അവർക്ക് ഇതിൽ സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇനി ആഫ്റ്റർ വോട്ടിംഗ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻസ് ആർ ഹെൽഡ്. വോട്ടിങ്ങിന് ശേഷം എന്ത് ചെയ്യുന്നു? ക്രിസ്മസ് സെലിബ്രേഷനും ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കുന്നു. ഇനി ഓൺ 6th ജനുവരി ഫോളോയിങ് ദി ലീപ്പ് ഇയർ, ലീപ്പ് ഇയറിന് വരുന്ന ജനുവരി 6-ാം തീയതി ദി ഇലക്ട്രൽ വോട്ട്സ് 520 വോട്ടുണ്ടെന്ന് ഇലക്ട്രൽ കോളേജിലേക്ക് ദാറ്റ് ആർ കൗണ്ടഡ്, അത് കൗണ്ട് ചെയ്യുന്നു. അറ്റ് ദ ക്യാപിറ്റൽ ഹിൽ ആൻഡ് ഡിക്ലെയർ ദ റിസൾട്ട്. ക്യാപിറ്റൽ ഹിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഈ വോട്ട് എന്ത് ചെയ്യുന്നു? എണ്ണി റിസൾട്ട് ഡിക്ലെയർ. ക്യാപിറ്റൽ ഹിൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇല്ല. അതായത് പാർലമെൻറ്റിൻ്റെ US കോൺഗ്രസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഹിൽ എന്ന് പറയുന്നത്. ഇനി ദ വിക്ടോറിയസ് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് മോർ ദാൻ 50% ഓഫ് ദി ടോട്ടൽ വോട്ട്സ് ഓഫ് ദി ഇലക്ട്രൽ കോളേജ്. ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളുടെ 50% കൂടുതൽ വോട്ട് ഉണ്ടായിരിക്കണം. ഇഫ് നോ കാൻഡിഡേറ്റ് ഈസ് ഏബിൾ ടു ഗെറ്റ് ആൻ അബ്സല്യൂട്ട് മെജോറിറ്റി, ദ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ഷാൽ ഇലക്ട് ദ പ്രസിഡന്റ് ഫ്രം എമംഗ് 3 പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ഇനി ഇങ്ങനെ വോട്ടെണ്ണി വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്കും അബ്സല്യൂട്ട് മെജോറിറ്റി ഇല്ല എങ്കിൽ പിന്നെ ആര് തീരുമാനിക്കും? ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ത് ചെയ്യുന്നു? ഈ 3 സ്ഥാനാർത്ഥികളിൽ നിന്നും ഒരാളെ ആരായി തിരഞ്ഞെടുക്കും? പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കും. ദ ന്യൂലി ഇലക്ടഡ് പ്രസിഡന്റ് ഷാൽ അസ്യൂം ഹിസ് ഓഫീസ് ഓഫ് പ്രസിഡന്റ് ഓൺ ദ 20th ജനുവരി ഫോളോയിങ് ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ കഴിഞ്ഞ് വരുന്ന ജനുവരി മാസം 20-ാം തീയതി എന്ത് ചെയ്യുന്നു? അമേരിക്കൻ പ്രസിഡന്റ് ചാർജ് ഏറ്റെടുക്കും. ഇതാണ് പ്രൊസീജിയർ. ഇനി ദ മെമ്പേഴ്സ് ഓഫ് ദി ഇലക്ട്രൽ കോളേജ് ഇൻ ഇന്ത്യ ആർ ഇലക്ടഡ് MLAs ആൻഡ് MPs. ഇന്ത്യയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നവരാണ് MPമാരും MLAമാരുമാണ്. ദ വാല്യൂ ഓഫ് വോട്ട് ഓഫ് MLA ഈസ് ഡിറ്റർമൈൻഡ് സ്റ്റേറ്റ് വൈസ് ത്രൂ ആൻ ഇക്വേഷൻ. നമ്മുടെ ഓരോ വോട്ടിൻ്റെയും വാല്യൂ സ്റ്റേറ്റ് വൈസിൽ എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കും. അതായത് ദ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് MLA ഈസ് ഈക്വൽ ടു ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദി സ്റ്റേറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ടഡ് MLAs ഇൻറ്റു 1000. അതായത് ടോട്ടൽ ജനസംഖ്യയെ എന്തുകൊണ്ട് MLAമാരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിനെ 100 കൊണ്ട് 1000 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അത് കിട്ടുന്നത്? ഒരു MLAയുടെ വാല്യൂ ഓഫ് വോട്ട് കിട്ടും. ദ വാല്യൂ ഓഫ് വോട്ട് ഓഫ് MLA is determined, that is value of vote of MP. Sorry, ഇപ്പോൾ MLAയുടെ നമ്മൾ പറഞ്ഞു ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ടഡ് MLAs ഇൻറ്റു 1000 ആണ് വാല്യൂ ഓഫ് വോട്ട് ഓഫ് MLA. ഇനി നമുക്ക് കാണേണ്ടത് MPയുടെ ആണ്. വാല്യൂ ഓഫ് വോട്ട് ഓഫ് ഇലക്ടഡ് MLAs ഓഫ് എ സ്റ്റേറ്റ്. ഇലക്ടഡ് MLAസിൻ്റെ വാല്യൂ ഓഫ് വോട്ടിനെ എന്ത് ചെയ്യുന്നു? കിട്ടിക്കഴിഞ്ഞു. അതിനെ എന്ത് ചെയ്യുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ടഡ് MPs ഫ്രം ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന് എത്ര MPമാർ തിരഞ്ഞെടുക്കുന്നു അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? MPമാരുടെ വോട്ടിൻ്റെ വാല്യൂ കിട്ടുന്നത്. വോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അർത്ഥം അത് ആ വാല്യൂ അനുസരിച്ചാണ്. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും ഒരേ പ്രാതിനിധ്യമല്ല MLAമാർക്കുള്ളത് MPമാർക്കുള്ളത്. അപ്പോൾ അതിന് ഈക്വൽ വാല്യൂ എന്ത് വേണം? കിട്ടണം പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അന്ന് എനിക്കൊരു കൺഫ്യൂഷനാണ്. കഴിഞ്ഞ വർഷം പഠിച്ചപ്പോഴല്ലേ നമ്മൾ ഈ പിന്നെ ചോദിച്ചോ വാല്യൂ എന്ന് പറയുമ്പോൾ അപ്പോൾ പാർട്ടി ബേസിൽ അതെങ്ങനെയാണ് ബാധിക്കുന്നത്? പാർട്ടി ബേസ്ഡ് വരുന്നില്ലല്ലോ. പാർട്ടിക്ക് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇല്ല, പാർട്ടിക്ക് ബന്ധം വരുന്നില്ല. MLAമാരൊക്കെ അല്ലേ MLAമാരാണ്. അത് ആ പാർട്ടി ബേസ്ഡ് അല്ലല്ലോ അവിടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് തിരഞ്ഞെടുക്കുന്നത്. ഈവൻ പാർട്ടി ജയിച്ചു കഴിഞ്ഞവരാ തിരഞ്ഞെടുക്കും. പാർട്ടിക്ക് യാതൊരു ബന്ധവും പാർട്ടിക്ക് ബന്ധവുമില്ല. MLAമാരാണ് MPമാരാണ്. അതേപോലെ തന്നെ രാജ്യസഭയിലോട്ട് പിന്നെ പോകുന്ന കക്ഷികളില്ല, അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എങ്ങനെ? അതിന് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിലും ഓരോന്നാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ നമ്മൾ എത്ര 9 പേരെ അയക്കുന്നത്. ഇപ്പോൾ 3 പേരെ സാധാരണ രീതിയിൽ ഒരു തവണ അയക്കും. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്ത രീതി അനുസരിച്ച് നിലവിലുള്ള പാർട്ടിയിൽ നിന്നും, അതായത് ഭരണപക്ഷത്തിൽ നിന്ന് 2 പേരെയും പ്രതിപക്ഷത്തിൽ നിന്നും ഒരാളെയാണ് സാധാരണ കേരളത്തിൽ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അത് പക്ഷേ പിന്നെ ടെന്യൂർ മാറി വരുമ്പോൾ അതങ്ങ് മാറി പോയിക്കൊണ്ടിരിക്കും. അപ്പം 3 പേരെ നമുക്ക് അയക്കണം. അപ്പോൾ അതിൽ 2 പേര് റൂളിംഗ് പാർട്ടിയിൽ നിന്ന് ഒരാളെ എന്ത് ചെയ്യുന്നു? ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് അയക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ TN ബാലഗോപാൽ രാജ്യസഭ MP ആണ്. അദ്ദേഹം 3 പേരാണ്.
ഇപ്പം നമ്മൾ പിന്നെ MDA ഈ പറഞ്ഞ രീതിക്ക് നമ്മൾ വിട്ടു കഴിയുമ്പം കേരളത്തിലെ ഭരണം മാറി. അവർ തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല. അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, വിളിച്ചിട്ടുമില്ല. നമ്മുടെ ഇവിടുത്തെ ഭരണം മാറി. അപ്പോൾ ഈ ഭരണം മാറിയ സമയത്ത് അവരുടെ എക്സ്പയർ ആയെന്ന് വെച്ചു. അന്നേരം എങ്ങനെയായിരിക്കും അതിൻ്റെ സംഭവം? ഒഴിഞ്ഞു പോകാം. പിന്നീട് നമ്മൾ ഇവിടുന്ന് വിടുന്ന എങ്ങനെ? പിന്നെ ഒരാളല്ലേ മാറുന്നുള്ളൂ, 3 പേരുടെ മാറുന്നില്ലല്ലോ. അല്ല, ഒരേ ടൈമിൽ പോകുന്ന 3 പേര് മാറുമല്ലോ. 9 പേരല്ലേ? ഒരേ ടൈമിൽ 3 പേരല്ലേ അയക്കുന്നത്. ആ 3 പേര് മാറും. ആ സ്ഥാനത്ത് ഈ അടുത്ത 3 പേര് വെച്ചാണ്. 3 പേര് വെച്ചാണ്. ശരി. 3-ൽ 1 വീതമാണ്. അതിപ്പോൾ ഇപ്പം കേരളത്തിൽ 9 പേര്. അപ്പോൾ അത് ഓരോ സ്റ്റേറ്റിൻ്റെയും പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ 9-ൽ 3 പേര്. 9-ൽ 3 പേര്. ആ 3 പേര് 2 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? മാറും. അടുത്ത സ്ഥാനത്തേക്ക് 2 പേര് വരും. അങ്ങനെ അവർ 6 വർഷം പൂർത്തിയായി ഇങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സംഭവം 6 വർഷം ഒരാൾക്ക് എന്ത് ചെയ്യാം? കാലാവധി പൂർത്തിയാക്കും. ഇപ്പം എന്താണ് പിന്നെ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് വന്നെയാണ് AK ആന്റണി രാജ്യസഭ MP ആയിട്ട് പോയത്. അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഇപ്പോഴും അദ്ദേഹം രാജ്യസഭ MP ആണ്. അപ്പോൾ കാലാവധി തീരുമ്പോൾ ഇറങ്ങി പോരാ. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി the value of vote of MPs is greater than the value of vote of MLA. MLA-മാരുടെ വാല്യൂ ഓഫ് വോട്ടിനേക്കാൾ കൂടുതലായിരിക്കും അവരുടെ MP-മാരുടെ. The election commission conducts the election and single transfer vote system is the method. ഇലക്ഷൻ കമ്മീഷനാണ് ഇതിനെ നടത്തുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് സിസ്റ്റം, ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായമാണ് എന്ത് ചെയ്യുന്നത്? അഡോപ്റ്റ് ചെയ്യുന്നത്. സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് സിസ്റ്റം കേട്ടിട്ടുണ്ടോ? അല്ല, അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് കണക്കൊക്കെ ഉണ്ട് അതിനകത്ത്. ഇതിനെപ്പറ്റി ദിവസം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്കത് പറയാം. So the electoral college in India remains after the election but dissolved automatically in US. അപ്പോൾ എന്താണ് ഇന്ത്യയിൽ ഇലക്ട്രൽ കോളേജ് പിന്നെ എന്ത് ചെയ്യും? നിലനിൽക്കുക ഇലക്ഷൻ കഴിഞ്ഞാൽ. കാരണം MP-മാരും MLA-മാരുമാണ് ഇലക്ഷനകത്ത് വരുന്നത്. പക്ഷേ അമേരിക്കയിൽ ഇലക്ട്രൽ കോളേജിൽ എന്ത് ചെയ്യുന്നു? ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പിരിച്ചുവിടുക ചെയ്യുന്നത്. Thus the presidential election in India is indirect but it is more or less direct in USA. അപ്പോൾ ഇന്ത്യയിലെ ഇലക്ഷൻ എന്ന് പറയുന്നത് പക്ക ഇൻഡയറക്റ്റ് ആണ്. എന്നാൽ അമേരിക്കയിൽ എന്താണ്? ഏറെക്കുറെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ഷനാണ് എന്ത് ചെയ്യുന്നത്? അമേരിക്കയിൽ ഫോളോ ചെയ്യുന്നത്.